എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാൻ ദേവരാജ് അമ്പലവൽ. ഇത് വയനാട്ടിൽ അമ്പലവൽ ഭാഗത്തുള്ള ഒരു 6 ഏക്കർ ഭൂമിയാണ്. എല്ലാവിധ നിർമ്മാണത്തിനും അനുയോജ്യമായ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാത്ത എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ്, പക്ക പെർഫെക്റ്റ് ആണ്. അപ്പം ഈ 6 ഏക്കർ ഭൂമി നമുക്ക് റിസോർട്ട്, ഹോം സ്റ്റേ എല്ലാത്തിനും അനുയോജ്യമാണ്. ഇനി വില്ല പ്രൊജക്റ്റിനൊക്കെ പെർഫെക്റ്റ് ആണ്. നല്ല വ്യൂ ആണ്. സൈറ്റ് വരെ ഏത് വാഹനവും എത്തും. നല്ല വരുമാനമുള്ള തോട്ടമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന കാപ്പി പൂത്ത് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഗേറ്റ് മുതൽ അവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത്. അപ്പം 6 ഏക്കർ ഭൂമി, എല്ലാ വാഹനങ്ങളും ഇതിലേക്ക് പോകാൻ പറ്റും. നമുക്ക് കാറടക്കം സൈറ്റിലെത്തും. അപ്പോൾ ആ ഒരു ഭൂമിയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് മെല്ലെ ഒന്ന് നോക്കാം. നമ്മളങ്ങനെ മെല്ലെ ആ ഒരു നല്ല ഉറപ്പുള്ള മണ്ണ്, നല്ല ഏത് മഴക്കാലത്തും ഇതിലെ വാഹനം നമുക്ക് കയറ്റി കൊണ്ടുപോകാം. എല്ലാ ഭാഗത്തേക്കും ഒരു കുന്നാണ്. വളരെ സ്മൂത്തായിട്ട് വാഹനങ്ങൾ എത്തിക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റ് ആയതുകൊണ്ട് ഹൈറ്റ് ആകുമ്പോഴുള്ള വ്യൂ ഏറ്റവും ടോപ്പായിട്ട് കിട്ടുക. അപ്പോൾ ആ ഒരു പ്ലസ് ഈ സ്ഥലത്തിനുണ്ട്. കവുങ്ങുണ്ട്, കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്, അങ്ങനെ കുറേ മാവുകൾ, പല പേരക്ക, അങ്ങനെയൊക്കെയുള്ള കുറേ ഫ്രൂട്ട്സിൻ്റെ ചെടികളും ഒക്കെ ആയിട്ട് നല്ലൊരു ഈസി ആയിട്ടുള്ള കറക്റ്റ് ലാൻഡ്സ്കേപ്പ്, നല്ല ഒരു വില്ല പ്രോജക്റ്റിനൊക്കെ 100% അനുയോജ്യമായ ലാൻഡ്സ്കേപ്പുള്ള നല്ലൊരു സ്ഥലം. മറ്റു വന്യജീവി പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒന്നുമില്ല. എല്ലാ നിർമ്മാണത്തിനും നേരത്തെ പറഞ്ഞ പോലെ അനുയോജ്യമായ പേപ്പറാണ്. എല്ലാ രേഖകളൊക്കെ ക്ലിയറാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടിയുടെ ഉള്ളിലത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ മെല്ലെ പോകാം. ഇപ്പോൾ കാപ്പിയൊക്കെ പറിച്ച് കഴിഞ്ഞ ടൈമാണ്. അടുത്ത വിളവ് ഇപ്പം പൂത്ത് കിടക്കുകയാണ്. കാപ്പി പൂത്ത് കിടക്കുകയാണ്. തെങ്ങിൻ തൈകളൊക്കെ, തെങ്ങുകളുണ്ട്, കുറച്ച് വലിയ തെങ്ങുകളുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നടന്ന ഇതിൻ്റെ ഒരു ഏറ്റവും ടോപ്പിൽ നിന്നാണ് അസാമാന്യമായ കാഴ്ചയാണ്. നല്ല വ്യൂ ആണ്. ഇതിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ചുറ്റുമുള്ള എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. ചുറ്റുമുള്ള ധാരാളം കുന്നുകളുടെ നല്ലൊരു കാഴ്ചയാണ്. ചുറ്റും നല്ല കാഴ്ചയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇടയ്ക്ക് കവുങ്ങുകളുണ്ട്, കാപ്പികളുണ്ട്. അങ്ങനെ നമുക്ക് ആ ഒരു പറമ്പിൻ്റെ മുകളിലത്തെ കാഴ്ച, തെങ്ങുകളൊക്കെ നിങ്ങൾ ഇടയ്ക്ക് കാണുന്നുണ്ടല്ലോ, പുതിയ തെങ്ങുകൾ വെച്ചതുമുണ്ട്, ആദ്യമുള്ള തെങ്ങുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ വളരെ ഇത് തോട്ടം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, തോട്ടത്തിലൊക്കെ നല്ലൊരു വൃത്തിയായിട്ട് കാട് പിടിച്ചിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു തോട്ടമാണ്. വാഴയും അതും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും. മറ്റ് പല സാധനങ്ങളും, പല ഫ്രൂട്ട്സ് ചെടികളും പല ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ നമ്മളിപ്പം ഇവിടുന്ന് ഓരോ ഭാഗത്തും നമ്മൾ അപ്പുറത്തെ കുന്നുകളുടെ കാഴ്ചകൾ, കുറച്ച് കുന്നുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ മഞ്ഞും കോടയൊക്കെ കൂടി ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ അപ്പുറത്തേക്ക് വെറും ആ കോടയുടെ കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അപ്പം വയനാടിൻ്റെ ഒരു യഥാർത്ഥ മഞ്ഞ്, കോട, തണുപ്പ് ഒക്കെ ഉള്ള ഫീൽ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ പുതുതായിട്ട് വെച്ചുള്ള കവുങ്ങിൻ തൈകളുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല മണ്ണാണ്. എല്ലാവിധ കൃഷിക്കും പറ്റിയൊരു പറമ്പാണ്, ടൂറിസം പർപ്പസിനും പറ്റിയതാണ്. അപ്പോൾ ഒരു മൾട്ടി പർപ്പസ് സ്ഥലം തന്നെ എന്ന് പറയാം. അപ്പോൾ നമ്മളങ്ങനെ മെല്ലെ ആ പറമ്പിൻ്റെ ടോപ്പിലേക്ക് എത്തുകയാണ്. പറമ്പിൻ്റെ ടോപ്പിൽ നല്ല ഒരു കുറേ അവിടെ തന്നെ ആ പ്രകൃതിയിലുള്ളതിന് അവിടെ ഉണ്ടായിരുന്ന കല്ലിൻ്റെ ലാൻഡ്സ്കേപ്പ് വർക്കുകൾ, നാച്ചുറലായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഭാഗത്തും നമുക്ക് ഉള്ള കാഴ്ചകൾ, ഇങ്ങനെ ഓരോ ദൂരക്കാഴ്ചകൾ നല്ല ഭംഗിയാണ്. വേറൊരു റേഞ്ച് കാഴ്ചയാണ്, നല്ല ദൂരക്കാഴ്ചകളിലൊക്കെ. അപ്പോൾ നമുക്ക് ആ മുകളിലത്തെ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം അതിൻ്റെ മുകളിലേക്ക് എത്തി തുടങ്ങി. ഇതാണ് നമ്മൾ ഏകദേശം ടോപ്പിലേക്ക് എത്തി. ഇനി നമ്മൾ ആ ഭാഗത്തെ കാഴ്ചകൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ തോട്ടത്തിൻ്റെ ആ വരുമാന മാർഗ്ഗങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ട് അതിൽ പിന്നെ കാപ്പിയും, പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം കവുങ്ങിൻ തൈകൾ, കവുങ്ങിൻ തൈകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ നമുക്ക് അതിൻ്റെ അടുത്ത കാഴ്ചകളിലേക്ക് ഇങ്ങനെ മെല്ലെ പോകാം. മെല്ലെ നമ്മൾ ആ ടോപ്പിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്ലാവും, മാവും, പല വെറൈറ്റി മരങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ആ ടോപ്പിലെ കാഴ്ചകൾ, ഏറ്റവും ടോപ്പിലാണ് ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ആ ഒരു ഹൈലൈറ്റ്. ടോപ്പ് എന്നുള്ള വ്യൂ ആണ്. ടോപ്പിൽ നിന്ന് വലതുവശത്തേക്ക് നല്ല വാട്ടർ വ്യൂ ആണ്. വയനാട്ടിൽ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളുടെ അടുത്താണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും എടക്കൽ ഗുഹയ്ക്കും കാരാപ്പുഴത്തെ വെള്ളമാണ് നമ്മൾ ടോപ്പിൽ നിന്ന് കാണുന്നത്. കാരാപ്പുഴയ്ക്കൊക്കെ അടുത്താണ് സ്ഥലമുള്ളത്. ഇനി നമുക്ക് മേപ്പാടി, സൂചിപ്പാറയ്ക്ക് പോകാനും ഒക്കെ സൗകര്യമാണ്. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടോ. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ 6 ഏക്കറുടെ ടോപ്പ് ഹൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാച്ചുറൽ പ്രകൃതി തന്നെ ഒരുക്കിയ കുറേ കല്ലും പാറയൊക്കെ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് വർക്ക് അവിടെ ഉണ്ട്. ഒരു നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് വർക്ക്.
നല്ല ഭംഗിയാണ് അവിടെ ഇരിക്കാനും. നല്ല ഭയങ്കര കൂളിംഗ് ആണ്. ഏത് ഉച്ച സമയത്തും ഇത് ഏകദേശം 2 മണി സമയമാണ്, എന്നാലും നല്ല കൂളിംഗ് ആണ് അവിടെ. ആ ഉച്ച സമയത്തും പൊരി വെയിലത്തും ഈ ഒരു ഏരിയയിൽ നല്ലൊരു കൂളിംഗ് ആണ്. അതൊരു ടോപ്പിലാണ്. ചുറ്റുമുള്ള ആ മരത്തിൻ്റെയൊക്കെ ഒരു പിന്നെ ഇതായിരിക്കും, അതിൻ്റെ സ്വാധീനം കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മളിനി ആ ലോങ്ങിലേക്കുള്ള വ്യൂ ആണ് നമുക്ക് കാണാനുള്ളത്. കാരാപ്പുഴയുടെ വെള്ളത്തിൻ്റെ സൈറ്റ് ഇവിടെ നിന്നാണ് നമുക്ക് കാണുന്നത്. ഒരു 100 മീറ്റർ അപ്പുറത്ത്, ഒരു 10-200 മീറ്റർ ദൂരത്തിൻ്റെ അപ്പുറത്ത് നമുക്കിങ്ങനെ ലോങ്ങിലാണ്. ഇതിവിടെ മുട്ടി കിടക്കുന്നില്ല, കുറച്ച് ദൂരത്തായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പുറത്തുള്ള കുന്നിൻ്റെയൊക്കെ കാഴ്ച മാസ് കാഴ്ചയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമുക്കങ്ങനെ താഴത്തെ വെള്ളത്തിൻ്റെ കാഴ്ച, ഇപ്പോൾ കാണുന്ന ഭാഗം വെള്ളത്തിൻ്റെ കാഴ്ചയാണ്. കുറച്ചൊരു ചെടികളൊക്കെ മറിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ്. ഇടതുവശത്ത് കൂടുതലായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു വെള്ളത്തിൻ്റെ കാഴ്ച. ഇവിടുന്ന് ഒരു വില്ല പ്രോജക്റ്റൊക്കെ ഈ സൈഡിലേക്ക് ചെരിച്ച് ചെയ്താൽ നന്നായിട്ട് നല്ല ഭംഗിയിൽ ആ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന നല്ല ലോങ്ങിലാണ്. കുറേ ദൂരത്തെ വെള്ളം ഒന്നും കൂടെ ക്യാമറയ്ക്ക് അത് കറക്റ്റായിട്ട് ഒപ്പിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്ക് ആ നല്ല ചൂടുള്ള പുറത്തേക്ക് നല്ല വെയിലുള്ള സമയമാണ്. അപ്പോൾ അതിൻ്റെ ആ ലോങ്ങിലുള്ള കാഴ്ചകൾ കുറച്ച് ഷെയ്ഡി ആയിട്ട് കാണാനുള്ള കാരണം അതാണ്. നല്ല വെയിലാണ്, പുറത്ത് നല്ല വെയിലാണ്. ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2 മണി സമയത്താണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ നല്ലൊരു 360 ഡിഗ്രി വ്യൂ എന്ന് തന്നെ പറയാം. അത് ഒരു എന്താ പറയുക, ഒരു മലയുടെ മുകളിലായതുകൊണ്ട് ചുറ്റുമുള്ള കാഴ്ചകൾ വളരെ ഭംഗിയാണ്. അപ്പം ഇതിന് ആവശ്യപ്പെടുന്നത് 45 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നുണ്ട്. വില നെഗോഷ്യബിളാണ്, വില കുറയും. സെൻറ്റിന് 45,000 രൂപ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ടൂറിസം, വാട്ടർ ഫ്രണ്ടേജ്, അങ്ങനെ നല്ല വരുമാനമുള്ള തോട്ടം, അങ്ങനെ എല്ലാം കൊണ്ട് ഏത് വാഹനവും പറമ്പിലേക്ക് എത്തും എന്നുകൊണ്ട് കുറേ പ്ലസ് ഉള്ളൊരു സ്ഥലമായതുകൊണ്ട്, കുറേ ഗുണങ്ങളുള്ളൊരു സ്ഥലമായതുകൊണ്ട് സെൻറ്റിന് 45,000 രൂപ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വില നെഗോഷ്യബിളാണ്, വില കുറയും. അപ്പോൾ നമുക്ക് ആ ഒരു ഫുള്ളായിട്ടുള്ള അതിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വിശദ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറായ 94 95 36 57 30 വിളിക്കുക. എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.